കേരളം കണ്ട മഹാപ്രളയത്തിന് ഇന്ന് 100 വർഷം. 1924 ജൂലൈ 15 പുലർച്ചെയാണ് നഗരങ്ങളും ഗ്രാമങ്ങളും മുങ്ങാൻ തുടങ്ങിയത്. ഇന്നത്തെ കേരളത്തിലെ അതിർത്തിയിലുള്ള 80% ബാധിച്ചതായിരുന്നു ആ പ്രളയം. കൊല്ലവർഷം 1099 ആ പ്രളയമാണ് ഈ നാടിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. ജൂലൈ 14 അർദ്ധരാത്രി. സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരമുള്ള മൂന്നാർ. അവിടെ ഓരോ തുള്ളിക്കും ഒരു കുടം എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താക്കിയ പെയ്ത്ത്. പത്തു നിമിഷം കൊണ്ടൊക്കെ ഒരു കിണർ നിറയുന്ന സ്ഥിതി. മൂന്നാറിൽ മാത്രം പെയ്തത് 487.5 സെന്റിമീറ്റർ മഴ. രാജ്യത്തെ ആദ്യ മോണോ റെയിലിന്റെ പാളങ്ങൾ ഒലിച്ചുപോയി. തീവണ്ടി കഷണങ്ങളായി ചിതറി. റെയിൽവേ സ്റ്റേഷൻ നിന്നിരുന്നിടം കുഴിയായി മാറി. ഒരാണ്ടിനു ശേഷം 1 കിലോമീറ്റർ അകലെ മറ്റൊരു മൂന്നാർ സിറ്റി ജനിച്ചു. അന്നൊലിച്ചുപോയ റെയിൽവേ മാത്രം 100ാം വർഷവും മടങ്ങി വന്നിട്ടില്ല. മൂന്നാറിൽ ഒഴുകിവന്ന മരങ്ങൾ അടിഞ്ഞു രൂപപ്പെട്ട തടയണയുണ്ടായിരുന്നു. ആ തടയണയെയും തകർത്ത് ഉരുൾപൊട്ടി. മലമേൽ ഒരു സമുദ്രം പോലെ വെള്ളം തിരയടിച്ചെത്തി. തകർന്നടിഞ്ഞത് മൂന്നാർ മാത്രമായിരുന്നില്ല. മലകളെല്ലാം ഇടിഞ്ഞിറങ്ങി. കുട്ടനാട് വലിയൊരു തടാകമായി. വെള്ളപ്പൊക്കമെന്ന കഥയിൽ തകഴി എഴുതിയതുപോലെ വീടിന്റെ പരണിയിൽ കയറി നിന്ന് മനുഷ്യനും ആടും നായയും കോഴിയും ഒരുപോലെ രക്ഷയ്ക്കായി കേണു. ആര്യങ്കാവിൽ മലയിടിഞ്ഞു. തിരുനെൽവേലി തീവണ്ടിപ്പാലം ഒലിച്ചുപോയി. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പറവൂരും ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 28,000 മനുഷ്യരെത്തി. വന്ന ഓരോരുത്തരും കാണാതായ 1-2 ആളുകളെ അന്വേഷിച്ചു. കാണാതായവരിൽ ബഹുഭൂരിപക്ഷവും മടങ്ങി വന്നില്ല. മട്ടാഞ്ചേരിയും ഫോർട്ടുകൊച്ചിയും തിരകളിൽ മൂടി. ആലുവ നഗരത്തിനുമേൽ ചത്ത കാലികളും മനുഷ്യരും ഒഴുകി. ചാലക്കുടിച്ചന്ത ഇല്ലാതെയായി. ഒറ്റപ്പാലവും പട്ടാമ്പിയും ഭാരതപ്പുഴ കൊണ്ടുപോയി. കേരളമൊട്ടാകെ പെയ്തത് 3463 മില്ലിമീറ്റർ മഴയാണ്. 2018 മുങ്ങിയപ്പോൾ പെയ്തത് 2517 മാത്രമാണെന്ന് ഓർക്കുമ്പോൾ അറിയാം 99 പെയ്ത്തിന്റെ കനവും കല്ലുകളും. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.